ആദർശ് ഓഫീസിൽ നിന്ന് വന്ന് മുത്തശ്ശനോടും മുത്തശ്ശിയോടും പറയുന്നുണ്ട്. മുത്തശ്ശ, നമ്മുടെ പുതിയ ബ്രാഞ്ച് ദുബായില് ഓപ്പൺ ആവാൻ പോവല്ലേ. നമ്മുടെ എല്ലാ ബ്രാഞ്ചുകളും മുത്തശ്ശൻ തന്നെയല്ലേ ഉദ്ഘാടനം ചെയ്യാറ്. ഇതും മുത്തശ്ശൻ തന്നെ ചെയ്യണം. എന്താ ആദർശേ, എൻ്റെ അവസ്ഥ അറിഞ്ഞുകൊണ്ടാണോ നീ ഈ പറയുന്നേ? എനിക്കിനി അത്രയും ദൂരമൊന്നും ട്രാവൽ ചെയ്യാനൊന്നും പറ്റില്ല. അതുകൊണ്ട് നീ ദേവയാനിയെ കൊണ്ടുപോ. അവള് ചെയ്യട്ടെ ഇതിൻ്റെ ഉദ്ഘാടനം. ഇത് കേട്ട് ദേവയാനി പറയുന്നുണ്ട്, അയ്യോ അത് വേണ്ട അച്ഛാ. അമ്മയ്ക്കറിയാലോ, നമ്മൾ പുറത്തുനിന്ന് ആരും കൊണ്ടുവന്നിട്ടല്ല ഉദ്ഘാടനം ചെയ്യിക്കാറ്. ഇത്തവണ അമ്മ ചെയ്യുന്നോണ്ട് എന്താ കുഴപ്പം? വേണ്ട ആദർശേ. ഇത് കേൾക്കുന്നതും അനാമിക പറയുന്നുണ്ട്, വല്യമ്മയ്ക്കിനി പോവാൻ ബുദ്ധിമുട്ടാണെങ്കിലേ ഞാൻ പൊക്കോളാം, ഞാൻ ഉദ്ഘാടനം ചെയ്യാം. എൻ്റെ അച്ഛന് ദുബായിൽ ഒരുപാട് ബിസിനസ്സൊക്കെ ഉണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ദുബായിലൊക്കെ പോയിരുന്നായിരുന്നു. ഇപ്പൊ പിന്നെ അച്ഛന് നാട്ടിൽ ബിസിനസ് ഉള്ളതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോവാറില്ല. ഞാൻ എന്തായാലും എൻ്റെ അമ്മയെ വിളിച്ച് എൻ്റെ പാസ്പോർട്ടൊക്കെ എടുത്തു വെക്കാനായിട്ട് പറയാം. ഞാൻ പൊക്കോളാം വല്യമ്മേ. വേണ്ട, അങ്ങനെ അനാമിക ബുദ്ധിമുട്ടണ്ട. അച്ഛാ, ഞാനൊരു കാര്യം പറയട്ടെ. നയനമോള് പോട്ടെ. നയനമോള് പോയിട്ട് ഉദ്ഘാടനം ചെയ്യട്ടെ. ഏറ്റവും യോഗ്യത നയനയ്ക്ക് തന്നെയാ. അവൾക്ക് എന്ത് യോഗ്യത? അവളെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിച്ചാലേ 8 നിലയിൽ പൊട്ടും. വല്ല പെട്ടിക്കടയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവളെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കാം. ഇതേ ജ്വല്ലറിയാ. അല്ല, ഈ പറയുന്ന നിനക്കെന്താ ഇത്ര അർഹതയുള്ളത് ഉദ്ഘാടനം ചെയ്യാനായിട്ട്? നയനമോള് എത്ര രൂപയുടെ ലാഭാ നമ്മുടെ ജ്വല്ലറിക്ക് ഉണ്ടാക്കി തന്നിരിക്കുന്നതെന്ന് നിനക്കറിയില്ലേ? അത് വെച്ച് നോക്കുമ്പോഴേ നയന തന്നെയാ ഉദ്ഘാടനം ചെയ്യാൻ നല്ലത്. നയനയുടെ കഴിവ് കാരണാ ഇപ്പോ വിഷുവിന് എത്ര കളക്ഷനാ വിറ്റുപോയത്. എത്ര കോടികളുടെ ലാഭാ നമുക്ക് ഉണ്ടാക്കി തന്നത്. അതുകൊണ്ടേ ഈ ഷോറൂം നയന തന്നെ ഉദ്ഘാടനം ചെയ്യണം. എൻ്റെ വല്യമ്മേ, അവൾ ഈ ഓഫീസും വീടും ഏറിപ്പോയ അവളുടെ വീട്. അല്ലാതെ അവൾ എവിടെയാ കണ്ടിരിക്കുന്നേ? അവൾക്ക് ലോകം കണ്ട് പരിചയമുണ്ടോ? അതിൽ നല്ലത് ഞാൻ പോകുന്നതല്ലേ. ഇത് കേട്ട് നയന പറയുന്നുണ്ട്, അമ്മേ വേണ്ട അമ്മേ, ഞാൻ പോകുന്നില്ല. എനിക്ക് താല്പര്യമില്ല. ദുബായിക്കൊന്നും പോയി അവിടെ ഇനാഗ്രേഷൻ ചെയ്യാനൊന്നും എനിക്ക് ഒട്ടും താല്പര്യമില്ല. ഹോ, അവളൊരു അഭിനയം കണ്ടില്ലേ വല്യമ്മേ? അവൾ ഫുൾ അഭിനയാ. വല്യമ്മ അതൊന്നും വിശ്വസിക്കണ്ട. ഇങ്ങനെ പറഞ്ഞാലല്ലേ വല്യമ്മ അങ്ങോട്ട് വിടുവുള്ളൂ. അതുകൊണ്ടാ അവൾ ഇങ്ങനെയൊക്കെ അഭിനയിക്കുന്നത്. എന്ത് വന്നാലും നയന തന്നെ പോയാൽ മതി. ആദർശേ, നയനയാ ആ ഷോറൂം ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. അതിനെന്താ വേണ്ടച്ച കാര്യങ്ങളെല്ലാം നീ പെട്ടെന്ന് ചെയ്തോ. എന്തായാലും ഉദ്ഘാടനം അടുത്തില്ലേ? അല്ലമ്മേ, അമ്മ കൂടെ പോരുന്നുണ്ടോ? ഞാനെന്തായാലും പോരുന്നില്ല. നീയും നയനയും കൂടെ പോയാൽ മതി. ഇനി അഭിയോ അനിയോ ഒക്കെ വരുന്നുണ്ടെങ്കിൽ അവരും കൂടെ പോയിട്ട് അത് ഉദ്ഘാടനം ചെയ്ത് വന്നാൽ മതി. അല്ലാതെ ഇപ്പോൾ എല്ലാവരും കൂടെ പോകണ്ടല്ലോ. ഇത് കേട്ട് അനാമികയ്ക്ക് ദേഷ്യം സഹിക്കാൻ പറ്റുന്നുണ്ടായിരിക്കില്ല. അനാമിക അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് പോകുന്നുണ്ട്. മുത്തശ്ശി ചോദിക്കുന്നുണ്ട് ദേവയാനിയുടെ അടുത്ത്, നീ പറഞ്ഞതൊന്നും അനാമികയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. അവൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യാൻ ഏറ്റവും യോഗ്യത നയനമോൾക്ക് തന്നെയാ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. ഇനിയിപ്പോൾ അവൾക്ക് എന്തൊക്കെ തോന്നിയാലും എനിക്കൊരു കുഴപ്പമില്ല എന്ന് ദേവയാനി പറയുന്നു. എന്നാ നേരെ ചെല്ലുന്നത് ജാനകിയുടെ അടുത്തോട്ടായിരിക്കും. ഇതൊന്നും സംസാരിക്കുന്നത് ജാനകി കേട്ട് കാണില്ല. എന്താ മോളെന്തിനാ കരയുന്നേ? ഞാൻ എന്തിനാ കരയുന്നതെന്ന് അമ്മയ്ക്കറിയോ? എത്ര സങ്കടം ഉണ്ടായിട്ടും ഞാൻ പുറമെ കാണിക്കാത്തതേ അമ്മയെ ഓർത്തിട്ട് മാത്രം. അനി എന്നെ അവഗണിക്കുമ്പോഴും ഇവിടുന്ന് എല്ലാവരും എന്നെ ഓരോ തരത്തില് എന്നെ ഇങ്ങനെ ആക്ഷേപിച്ച് സംസാരിക്കുമ്പോഴൊക്കെ ഞാൻ തളരാതെ ഇവിടെ പിടിച്ചു നിൽക്കുന്നതേ അമ്മയെ ഓർത്തു മാത്ര. എന്താ ഇപ്പൊ എന്താ ഉണ്ടായത്? ആ നയന എന്ന് പറയുന്നവള് ദുബായിലോട്ട് ഉദ്ഘാടനം ചെയ്യാനായിട്ട് പോവാ. ദുബായിലോട്ട് ഉദ്ഘാടനം ചെയ്യാനോ? നമ്മുടെ പുതിയ ഷോറൂം അവളാ ഉദ്ഘാടനം ചെയ്യുന്നത്. അങ്ങനെയല്ലല്ലോ. മൂർത്തീസ് ജ്വല്ലറിയുടെ എല്ലാ ഷോറൂമും ഇനാഗ്രേഷൻ ചെയ്യുന്നത് മുത്തശ്ശനാ. മുത്തശ്ശനിപ്പോൾ വയ്യാത്ത കാരണം മുത്തശ്ശൻ വല്യമ്മയോടാ ഉദ്ഘാടനം ചെയ്യാനായിട്ട് പറഞ്ഞത്. വല്യമ്മയാ നയനെ ഏൽപ്പിച്ചത്. ഞാൻ പറഞ്ഞു ഞാൻ പൊക്കോളാം എന്ന്. എന്നാ എന്നെ അവരൊക്കെ മുൻപിൽ വെച്ചിട്ട് വല്യമ്മ നാണം കെടുത്തി. ഞാൻ എന്തിനെവിടെ നിൽക്കുന്നേ, അതാ ഞാൻ ആലോചിക്കുന്നേ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് അഭിനയിക്കുന്നുണ്ട് ജാനകിയുടെ മുൻപിൽ. മോള് സങ്കടപ്പെടാതിരിക്കുക. എന്താ നമുക്കിവിടെ ഒട്ടും വിലയില്ലേന്ന് ഞാനൊന്ന് ചോദിക്കാം എന്ന് ജാനകി പറയുന്നു. അങ്ങനെ അനാമികയ്ക്ക് സമാധാനാവുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശനോടും മുത്തശ്ശിയോടും ദേവയാനിയോടൊക്കെ ചോദിക്കാനായിട്ട് ജാനകി അങ്ങ് ചെല്ലുന്നുണ്ട്. എന്താ ഇവിടെ നടക്കുന്നേ? ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും ഞാൻ അറിയുന്നില്ലല്ലോ. ഞാൻ ഇവിടുത്തെ ഇളയ മരുമകളാ. മൂത്ത മരുമകളുടെ സ്ഥാനമൊന്നും എനിക്കില്ലെങ്കിലും ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ എന്നെ കൂടെ അറിയിക്കുന്നത് നല്ലതാ. എന്താ ജാനകി, നിനക്കിപ്പോൾ എന്താ പ്രശ്നം? ഏട്ടത്തി ഒന്നും സംസാരിക്കണ്ട. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. എന്നെ എല്ലാവരും ചേർന്ന് മാറ്റി നിർത്തുവാണെന്ന്. നീ എന്തറിഞ്ഞിട്ടേ ഈ പറയുന്നേ? അല്ലെങ്കിൽ
ഇങ്ങനെ ഉദ്ഘാടനം ചെയ്യാനായിട്ട് നയനയെ പറഞ്ഞു വിടുന്നതും എല്ലാം എൻ്റെ അടുത്ത് പറഞ്ഞാൽ എന്താ കുഴപ്പം? അത് പെട്ടെന്നെടുത്ത തീരുമാനാ. അതുകൊണ്ടാ. അത് ആദർശ് വന്ന് പറഞ്ഞപ്പോൾ എന്നോട് ആദ്യം ഉദ്ഘാടനം ചെയ്യാനായിട്ട് പോകാൻ വേണ്ടി പറഞ്ഞത്. ഞാനാ പറഞ്ഞത് നയന മോള് പോയാൽ മതിയെന്ന്. നയന മോള് ഓഫീസിലിപ്പോൾ ഒരുപാട് ലാഭമൊക്കെ ഉണ്ടാക്കി തന്നതല്ലേ, അതുകൊണ്ട് നയന ചെയ്യുന്നത് നല്ലതെന്ന് ഞാനാ പറഞ്ഞേ. ഏട്ടത്തിയുടെ മരുമകൾക്ക് മാത്രമല്ല ഇവിടെ സ്ഥാനമുള്ളത്. എൻ്റെ മരുമകളും അവൾക്കൊപ്പം തന്നെ നിൽക്കണം. എല്ലാ സൗഭാഗ്യങ്ങളും കൊടുക്കുന്നത് നയനയ്ക്കല്ലേ. എൻ്റെ മരുമകൾക്ക് ആരെങ്കിലും ഇന്നേ വരെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അവളിവിടെ എല്ലാവരുടെയും ആട്ടും തുപ്പൊക്കെ അനുഭവിച്ച് എത്ര സങ്കടപ്പെട്ട കഴിയുന്നതെന്നറിയോ? അനിയാണെങ്കിൽ അവളെ സ്നേഹിക്കുന്നില്ല, എന്നിട്ടും ഇവിടെ കടിച്ചു പിടിച്ച് നിൽക്കുന്നില്ലേ? ഏട്ടത്തിൻ്റെ മരുമകൾക്ക് ഇപ്പോൾ ഒരു രാജയോഗമല്ലേ? എന്തൊക്കെയാ നടക്കുന്നത്? ഇതൊക്കെ കണ്ടിട്ട് ഞാൻ മിണ്ടാതെ നിൽക്കുന്നത് ഈ കുടുംബത്തിൽ ഒരു പ്രശ്നം വേണ്ട എന്ന് കരുതിയിട്ടാ. ഇനി ഞാൻ എന്തായാലും മിണ്ടാതെ നിൽക്കാനേ ഉദ്ദേശിക്കുന്നില്ല. ജാനകി, നീ വെറുതെ ഒന്നും അറിയാതെ സംസാരിക്കല്ലേ. അങ്ങനെയൊന്നും ആരും കണ്ടിട്ടില്ല. അനാമികയും നയനയും നവ്യയും ഒക്കെ ഇവിടെ ഒരുപോലെ തന്നെയാ. അത് കാണുന്നുണ്ടല്ലോ. ഇനിയൊന്നും കൂടുതൽ പറയണ്ട. എന്നാ മുത്തശ്ശൻ പറയുന്നുണ്ട്, ജാനകി നീ ആവശ്യമില്ലാതെ സംസാരിച്ച് വലിയൊരു പ്രശ്നമാക്കണ്ട. വേണ്ട അച്ഛാ, അച്ഛനൊന്നും പറയണ്ട. അച്ഛൻ തന്നെങ്കിൽ ഇവിടെ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. അല്ലെങ്കിലും അച്ഛന് പണ്ടേ മൂത്ത മരുമകളോടും മകനോടാ കൂടുതൽ സ്നേഹം ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെയാ കൊച്ചുമക്കളായപ്പോ ആദർശനോടും നയനയോടും അടങ്ങാത്ത സ്നേഹം. എന്നാ അനിയോടും അനാമികയോടും ഒരു തരി പോലും സ്നേഹമില്ല. എന്താ ജാനകി നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? അദ്ദേഹം അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് പോലുമില്ല. ഞങ്ങൾക്ക് എല്ലാവരും ഒരുപോലെയാ. അത് ഞങ്ങൾക്ക് കൂടെ തോന്നണ്ടേ? ഇവിടെ നടക്കുന്നതൊക്കെ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. നയനയ്ക്ക് അവള് വീട്ടിൽ പിണങ്ങിപ്പോയി നിന്ന സമയത്ത് ഒരു ചെല്ലം നിറയെ സ്വർണ്ണമായിട്ടാ മുത്തശ്ശനും മുത്തശ്ശിയും അങ്ങോട്ട് പോയത്. അവളുമാരുടെ അച്ഛനും അമ്മയ്ക്കും പുതിയ വീട് വരെ വാങ്ങിച്ചു കൊടുത്തു. അതുപോലെ നവ്യയ്ക്ക് സ്വർണ്ണാഭരണങ്ങൾ കൊടുത്തു. എന്തൊക്കെ കാര്യങ്ങളാ ഇവിടെ നടക്കുന്നേ? ഇന്നേ വരെ സ്നേഹത്തില് അമ്മയോ അച്ഛനോ ഒരു തരി സ്വർണം ഇവൾക്ക് കൊടുത്തിട്ടുണ്ടോ? എൻ്റെ മരുമകൾക്ക് അവൾക്ക് എത്രമാത്രം സങ്കടം ഉണ്ടായിരിക്കും. ഒന്നും വേണ്ട, നിങ്ങളൊന്നും അവളെ ഒന്ന് പരിഗണിച്ചാൽ മതിയായിരുന്നു. അതുപോലും നിങ്ങൾ കാണിക്കുന്നില്ലല്ലോ. ജാനകി, നീ ആരുടെ മുഖത്ത് നോക്കിയിട്ടാ ഇതൊക്കെ സംസാരിക്കുന്നത്? അച്ഛനോട് ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല. ഏട്ടത്തി ഒന്നും എന്നെ പറഞ്ഞ് മനസ്സിലാക്കി തരണ്ട. എനിക്കിപ്പോൾ എല്ലാം മനസ്സിലാവുന്നുണ്ട്. നിനക്ക് എന്ത് മനസ്സിലായെന്നാ? അച്ഛനും അമ്മയും എല്ലാവരെയും ഒരുപോലെ കണ്ടിരുന്നെങ്കിലേ ഇവിടെ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് ക്യാൻസർ വന്ന് അച്ഛന് വയ്യാതെ തളർന്നു വീണില്ലേ? അന്ന് അച്ഛനങ്ങ് പോയിരുന്നെങ്കിൽ ഇന്നിവിടെ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാ ഇത് കേട്ട് എല്ലാവരും ഒന്ന് ഞെട്ടുന്നുണ്ട്. ദേവയാനിക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരിക്കില്ല. ദേവയാനി ചെന്ന് ജാനകിയുടെ കരണം നോക്കി 2 എണ്ണം കൊടുക്കുന്നുണ്ട്, 2 കവളിലും. നീ എന്താടി പറഞ്ഞത്? അച്ഛനെ കുറിച്ചാണോ നീ ഇങ്ങനെയൊക്കെ സംസാരിച്ചേ? അച്ഛൻ്റെ ജീവൻ പോകാനാണോ നീ ആഗ്രഹിക്കുന്നേ? ജാനകി, നീ എന്നാ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ തുടങ്ങിയത്? നീ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. ഇവളുമാരുടെയൊക്കെ കൂടെ കൂടിയിട്ട് തന്നെയാ നിന്റെ സ്വഭാവം ഇങ്ങനെയായത്. ഇനിയിപ്പോ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നയന തന്നെയാ പോവാൻ പോകുന്നത് ഉദ്ഘാടനം ചെയ്യാനായിട്ട്. ആദർശ് അപ്പോഴേക്കും ഇൻവിറ്റേഷൻ കാർഡുമായിട്ട് വരുന്നുണ്ട്. നയനയുടെ പേര് അതിൽ കാണിച്ചു കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും. അതോടുകൂടി അനാമികയുടെ ആ മോഹങ്ങ് ഇല്ലാതാവുന്നുണ്ട്. ജാനകി അടി കൊണ്ടിങ്ങനെ ഇരിക്കുന്ന സമയത്ത് അനാമിക അങ്ങ് ചെല്ലുന്നുണ്ട്. അമ്മേ, ഞാൻ കാരണ വല്യമ്മയുടെ കയ്യിൽ നിന്ന് അമ്മയ്ക്ക് അടി കിട്ടിയത് അല്ലേ? സാരല്ലേ മോളെ, അതൊന്നും കുഴപ്പമില്ല. എന്തായാലും ഇത് ഞാനങ്ങനെ വെറുതെ വിടാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. ഏട്ടത്തി എന്നെ തല്ലി, അതിനുള്ളത് ഞാൻ ഏട്ടത്തിക്ക് കൊടുക്കും. എന്തായാലും അമ്മയ്ക്ക് ഈ വീട്ടിലൊരു വിലയില്ലാന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. അങ്ങനെ ജാനകിയെ ഇങ്ങനെ കയറ്റി വിടുന്നുണ്ട്. അങ്ങനെ ആദർശും നയനയും കൂടെ ദുബായ് ഷോറൂം ഉദ്ഘാടനം ചെയ്യാനായിട്ട് പോവാണ്. അവിടെ ചെന്ന് ഫോട്ടോസൊക്കെ ദേവയാനിക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. അത് എല്ലാവർക്കും ആയിട്ട് കാണിച്ചു കൊടുക്കാം. ജാനകിക്കും അതുപോലെ അനാമികയ്ക്കും അതൊന്നും ഒട്ടും സഹിക്കാൻ പറ്റുന്നുണ്ടായിരിക്കില്ല. എങ്ങനെയെങ്കിലും അമ്മായിയമ്മയെയും മരുമകളെയും പിരിക്കണം എന്നായിരിക്കും രണ്ടുപേരുടെയും ഉദ്ദേശം.